ഇപ്പോൾ ഇതുവരെയും ആർക്കെതിരെയും നടപടിയൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. സൂപ്രണ്ടിന് വീഴ്ചയുണ്ട്. നിങ്ങൾ ശരിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നുണ്ടോ ചാണ്ടിയുമ്മൻ? തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജിയല്ലേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഉള്ള ഉത്തരവാദിത്വം, ഇവിടുത്തെ ഇൻചാർജ് മിനിസ്റ്ററിനുള്ള ഉത്തരവാദിത്വമൊക്കെ നമുക്ക് കുറച്ച് കാണുവാൻ സാധിക്കുമോ? ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് ഇതുവരെ ഒരു വാക്ക് സർക്കാർ പറഞ്ഞു ഞങ്ങൾ ആ കുട്ടിക്ക് ജോലി നൽകും, അല്ലെങ്കിൽ ഈ കുടുംബത്തെ ഏറ്റെടുക്കുന്നു, എന്തെങ്കിലും ഒരു 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 നഷ്ടപരിഹാര തുക നൽകും, എന്തെങ്കിലും ഒരു വാക്ക് പറയുവാൻ ഈ നേരം വരെ, ഇന്നിപ്പം ഓൾമോസ്റ്റ് 19 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ ഒരു ആശ്വാസ വാക്ക് പറയുവാൻ സാധിക്കുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്നു. ആ കുടുംബത്തെ ഒന്ന് കാണുവാൻ ശ്രമിച്ചോ? ആ കുട്ടിയോ അല്ലെങ്കിൽ അച്ഛനെയോ മരിച്ച ആളുടെ കുടുംബത്തെ ഒന്ന് കാണുവാൻ ശ്രമിച്ചോ? അദ്ദേഹം ഒന്ന് മെഡിക്കൽ കോളേജ് പോയി, അപ്പോൾ വന്നു എന്ന് വരുത്തി. ഇവിടുത്തെ എന്താണ് ഇന്നലെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഒരു CPM നേതാവ് പോലും ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് വന്നില്ലല്ലോ. അതാണ് ഇതിനകത്തൊക്കെ ഉള്ള കൺസേൺ. അപ്പം ഗവൺമെന്റ് പഴയ പോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമലയെ കണ്ടതുപോലെ തന്നെ പേരിന് ഒന്നെല്ലാം നടത്തിയെന്ന് പറയും, പിന്നെ അതിൽ നിന്ന് കൈ ഒഴിയുകയും ചെയ്യാൻ ശ്രമിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല.